നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്യാമേ. ഞാൻ മുഴുവനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ ചിക്കന്. ഈ ചിക്കനെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. കംപ്ലീറ്റ് ഇങ്ങനെ വരഞ്ഞെടുക്കാം കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല തയ്യാറാക്കാം. ഞാൻ ഇത്രയും മസാല എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ്, കുരുമുളക് പൊടി, മന്തി മസാല എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, പിന്നീട് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിയില്ലാത്ത മുളക് പൊടിയാണ് തേക്കുന്നത്, മഞ്ഞൾ പൊടി. ഇത്രയും നമുക്ക് ഒന്ന് മിക്സാക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കാം. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മിക്സാക്കാമേ. ഇനി നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇത് നമുക്ക് ചിക്കനിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരൂടെ ഒഴിക്കാമേ. അരമുറി നാരങ്ങ നീരും കൂടെ നമുക്ക് ഒഴിക്കാം. ഈ കുരു അങ്ങ് എടുത്ത് കളയാൻ നമുക്ക്. ഇതിലോട്ട് വീഴുന്ന കുരു ഉണ്ടല്ലോ, ഇതിങ്ങ് എടുത്ത് കളയാം. എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തേക്കണം. എല്ലാം കാലിൻ്റെ ഭാഗമൊക്കെ മാറ്റി, എല്ലാം കൈയുടെ ഭാഗമൊക്കെ മാറ്റി ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കണം നല്ലപോലെ കേട്ടോ. ഇനി ഞാനിത് ഓവർനൈറ്റ് വയ്ക്കുവാണേ. നാളെ ഞാനിത് കുക്ക് ചെയ്യത്തുള്ളൂ. ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ചിക്കനെ ഞാൻ ഒരു കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ്സിനാണ് 3/4 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലൊരു 5 വിസിൽ അടുപ്പിക്കാമേ. ഒരു തവ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിട്ട്, പിന്നെ സവോളയിട്ട്, തക്കാളി ഇട്ട്, മുളക് പൊടി ഇട്ട്, ഇത്ര എൻ്റെ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി അത്രേൻ്റെ. അതുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞെടുക്കുന്നത് നല്ലതുപോലെ വഴഞ്ഞു വരട്ടെ. ഗരം മസാല ഇട്ട് കൊടുക്കാമേ. കുരുമുളക് പൊടി, നമ്മുടെ ചിക്കൻ എടുത്ത് അതിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. നമ്മുടെ ചിക്കൻ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അത് വെച്ചാൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് വേണ്ട ഈ പരുവാണേ.